ഈ കഥ നടക്കുന്നത് 1799കളിലാണ്. ഒരാൾ വിൽപത്രം തയ്യാറാക്കി അതൊരു കവറിലിട്ട് സീല് ചെയ്ത് ബാഗിലാക്കി ആ ബാഗുമായി കുതിരവണ്ടിയിൽ ഒരു പാടത്തിലൂടെ പാഞ്ഞു പൊക്കോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇടിയും മിന്നലുമായി അന്തരീക്ഷം മാറി. എവിടെ നിന്നോ ഒരു കുതിരക്കുളമ്പടി ശബ്ദം. ആ കുതിരവണ്ടിയിലെ യാത്രക്കാരൻ ശ്രദ്ധിച്ചപ്പോൾ ആ കുതിരക്കുളമ്പടി ശബ്ദം അടുത്തേക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലായി. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ആ കുളമ്പടി ശബ്ദം കുതിരവണ്ടിയെ പിന്നിലാക്കി കടന്നുപോയി. വണ്ടിയിലുണ്ടായിരുന്ന യാത്രികൻ പുറത്തേക്ക് നോക്കിയപ്പോൾ കുതിര ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടിക്കാരന് തലയില്ല. ഇത് കണ്ട് ഭയന്ന അയാൾ ആ കുതിരവണ്ടിയിൽ നിന്നും എടുത്തു ചാടി പാടത്തിലൂടെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ പാടത്ത് വെച്ചിരുന്ന കോലം കണ്ട് ഭയന്ന് നിൽക്കും. അതൊരു കോലമാണെന്ന് മനസ്സിലാക്കി അയാൾ അവിടെ നിന്നും പോകാനൊരുങ്ങുമ്പോൾ ആരോ അയാളുടെ തല അറക്കും. അവിടെ നിന്നും സീൻ കട്ടായി ന്യൂയോർക്ക് സിറ്റിയിൽ വെള്ളത്തിൽ ഒരു ബോഡി പൊന്തി കിടക്കുന്നു എന്ന് പറഞ്ഞ് ഒരാൾ മണിയടിച്ച് മറ്റുള്ള പോലീസുകാരെ വിളിച്ചു വരുത്തി. ഇവനാണ് ഈ കഥയിലെ നായകൻ ഇക്ബാർട്ട് ക്രെയിൻ. പുള്ളിക്കാരൻ കോൺസ്റ്റബിൾ ആണ്. അവർ ആ കിട്ടിയ ബോഡിയുമായി ഇക്ബാർട്ടിന്റെ സുപ്പീരിയറുടെ അടുത്തെത്തി. വെള്ളത്തിൽ നിന്നാണ് ബോഡി കിട്ടിയത് എന്ന് അറിഞ്ഞപ്പോൾ സുപ്പീരിയർ ബോഡി സംസ്കരിച്ചേക്കാൻ പറഞ്ഞു. ഇത് കേട്ട് ഇക്ബാർട്ട് ചോദിച്ചു, മരണകാരണം നമുക്കറിയണമെങ്കിൽ ഇയാളെ കുറിച്ച് അന്വേഷിക്കണം, അതിനു മുന്നേ ബോഡി സംസ്കരിക്കരുത്. സുപ്പീരിയർ പറഞ്ഞു, നദിയിൽ നിന്ന് ബോഡി കിട്ടിയത് കാരണം ഇത് മുങ്ങിമരണമാണ്. ഇത് കേട്ട് ഇക്ബാർട്ട് പറഞ്ഞു, പോസ്റ്റ്മോർട്ടം നടത്തിയാലേ നദിയിൽ വീണ് മരിച്ചതാണോ അതോ കൊന്നതിന് ശേഷം നദിയിൽ കൊണ്ട് ഇട്ടതാണോ എന്നറിയാൻ പറ്റൂ. പോസ്റ്റ്മോർട്ടത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് സുപ്പീരിയർ അവിടെ നിന്ന് പോകും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ന്യൂയോർക്കിലെ മുനിസിപ്പൽ വാച്ച് ഹൌസിൽ ഇക്ബാർട്ട് ക്രെയിൻ ഘോരമായി വാദിക്കുകയാണ്. നമ്മൾ ഇപ്പോഴും പ്രാകൃതമായ ശിക്ഷാരീതികളാണ് നടത്തുന്നത്. നമ്മുടെ ജയിലുകൾ സ്ത്രീകളെയും പുരുഷന്മാരെയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതിൽ മിക്കവരുടെയും കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടില്ല. അതിന് കാരണം കുറ്റവാളികളെ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നില്ല. പകരം കിട്ടുന്നവരെ കുറ്റവാളികളാക്കി ജയിലിൽ അടയ്ക്കുന്നു. ഇനിയെങ്കിലും നമ്മൾ തെളിവുകൾ കണ്ടെത്താൻ ശാസ്ത്രീയമായ രീതികൾ അവലംബിക്കണം. ഇത് കേട്ട മജിസ്ട്രേറ്റ് പറഞ്ഞു, നിനക്ക് വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയാനുള്ള സ്ഥലമല്ല ഇത്. നീ പറഞ്ഞതിനൊക്കെ ശിക്ഷിക്കാതിരിക്കാൻ നിവർത്തിയില്ല. 2 ഓപ്ഷൻ നിനക്കുണ്ട്. ഒന്ന്, നിന്റെ മേലുദ്യോഗസ്ഥരെ ബഹുമാനിക്കാൻ പഠിക്കുന്നത് വരെ ജയിലിൽ പോയി കിടക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ, നമ്മുടെ രാജ്യത്തിന്റെ വടക്ക് ഭാഗത്തായിട്ട് ഒരു ഗ്രാമമുണ്ട്, സ്ലീപ്പി ഹോളോ. കർഷകർ മാത്രം താമസിക്കുന്ന ഒരു ഒറ്റപ്പെട്ട സ്ഥലം. ഇവിടെ നിന്നും ഏകദേശം 2 ദിവസത്തെ യാത്രയുണ്ട്. 2 ആഴ്ചക്കിടയിൽ അവിടെ 3 പേരാണ് കൊല്ലപ്പെട്ടത്. എല്ലാവരുടെയും ശരീരം കിട്ടി, പക്ഷേ അവരുടെ തലകൾ കുറച്ച് മാറിയാണ് കിട്ടിയത്. നീ അവിടെ ചെന്ന് ശാസ്ത്രീയ പരിശോധനകൾ നടത്തി തെളിവുകൾ കണ്ടെത്തി കൊലപാതകികളെ കണ്ടുപിടിച്ചു കൊണ്ടുവരണം. ഉറപ്പായും കൊലപാതകികളെ കണ്ടുപിടിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഇക്ബാർട്ട് ക്രെയിൻ അവിടെ നിന്നും ഇറങ്ങി. ഇക്ബാർട്ട് തന്റെ വീട്ടിലെത്തി ടൂൾസും ബുക്കുകളും ഡ്രസ്സും എല്ലാം എടുത്ത് സ്ലീപ്പി ഹോളോ എന്ന നാട്ടിലേക്ക് തിരിച്ചു. 2 ദിവസം കൊണ്ട് ആ നാട്ടിലെത്തി. അവൻ സ്ലീപ്പി ഹോളോ എന്ന ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ വഴി ചോദിക്കാൻ പോലും ആരുമില്ല. അവൻ കുറച്ചു ദൂരം മുന്നിലേക്ക് ചെന്നപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. പല വീടുകളിലും ആൾക്കാരുണ്ട്, പക്ഷേ ഇക്ബാർട്ടിനെ കണ്ട് ജനാലകൾ അടയ്ക്കുന്നു. ഇതെന്താ ആൾക്കാർ ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് അവൻ മുന്നിലേക്ക് നടന്നു. കുറച്ചു ദൂരം മുന്നിലേക്ക് ചെന്നപ്പോൾ ഒരു അച്ഛനും മകനും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതും അതിനുശേഷം അയാൾ ഏറുമാടത്തിനുള്ളിലേക്ക് കയറിയതും ഇക്ബാർട്ട് കാണും. ഈ ഏറുമാടത്തിനുള്ളിലേക്ക് കയറിയ ആളുടെ പേരാണ് ജൊനാഥൻ നെസ്ബത്ത്. കുറച്ചധികം നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇക്ബാർട്ട് ഒരു വീടിന് മുന്നിലെത്തി. ഇതാണ് ബാൾട്ടസ് വാൻ ടാസിൽ. ഇയാൾ ഒരു കൃഷിക്കാരനാണെങ്കിലും ഈ നാട്ടിലെ പ്രധാനിയും പ്രമുഖനുമാണ്. ഇത് കത്രീന, ബാൾട്ടസിന്റെ മകളും ഈ കഥയിലെ നായികയും. ഇക്ബാർട്ട് ക്രെയിൻ ഒരു കത്ത് ബാൾട്ടസിന് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ കോൺസ്റ്റബിൾ ഇക്ബാർട്ട് ക്രെയിൻ, ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ വന്ന ഓഫീസറാണ്. ഇത് കേട്ട് ബാൾട്ടസിന്റെ ഭാര്യ ലേഡി വാൻ ടാസിൽ ഇക്ബാർട്ടിനെ സ്വാഗതം ചെയ്ത് അവിടെ തന്നെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഇക്ബാർട്ട് ഫുഡെല്ലാം കഴിച്ച് സെറ്റായിട്ട് ബാൾട്ടസ് അറേഞ്ച് ചെയ്ത മീറ്റിംഗിലേക്ക് ചെല്ലും. അവിടെ കുറച്ചുപേർ ഇരിപ്പുണ്ട്. ബാൾട്ടസ് ഓരോരുത്തരെയായി പരിചയപ്പെടുത്തി. ഇതാണ് ഡോക്ടർ തോമസ് ലാൻകാസ്റ്റർ, ഇതിവിടത്തെ വൈദികൻ റവറൻ സ്റ്റീം വിക്ക്, ഇത് മജിസ്ട്രേറ്റ് സാമുവൽ ഫിലിപ്പ്, ഈ ഇരിക്കുന്ന ആളാണ് ജെയിംസ് ഹാർഡൻ, പുള്ളിയാണ് ഭൂ രജിസ്ട്രേഷൻ ഓഫീസർ. എല്ലാവരെയും പരിചയപ്പെട്ട ശേഷം ഇക്ബാർട്ട് ചോദിച്ചു, ഇവിടെ കൊല്ലപ്പെട്ടത് 3 ആൾക്കാരാണ്. അതിൽ ആദ്യം മരണപ്പെട്ടത് പീറ്റർ വാൻ ഗാരറ്റ്, പിന്നെ അയാളുടെ മകൻ ഡെറിക് വാൻ ഗാരറ്റ്. ഒരാഴ്ചയ്ക്ക് ശേഷം വിധവയായ വിൻഷിപ്പ്. ഞാൻ അറിഞ്ഞത് പ്രകാരം എല്ലാവരുടെയും തല അറുത്ത നിലയിലായിരുന്നു. നിങ്ങൾ എല്ലാവരും ഈ നാട്ടിലെ പ്രമുഖരാണ്. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഇത് കേട്ട് നിന്ന വൈദികൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട്. കൊല്ലപ്പെട്ട ആരുടെയും തലകൾ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് കേട്ട് ഞെട്ടിയ ഇക്ബാർട്ട് ചോദിച്ചു, ആ തലകളെല്ലാം എവിടെ പോയി? ഭൂ രജിസ്ട്രേഷൻ ഓഫീസർ പറഞ്ഞു, ആ തല
തലകളെല്ലാം തലയില്ലാത്ത കുതിരക്കാരൻ നരകത്തിലേക്ക് കൊണ്ടുപോയി. ഒന്നും മനസ്സിലാകാതെ നിന്ന ഇക്ബാർട്ടിനോട് ബാൾട്ടസ് പറഞ്ഞു, വർഷങ്ങൾക്ക് മുന്നേ ഒരു ജർമ്മൻ രാജകുമാരി ഒരു കൂട്ടം പട്ടാളക്കാരെ ഇങ്ങോട്ട് അയച്ചു. അമേരിക്ക ഇംഗ്ലണ്ടിന്റെ കീഴിലാക്കണം, അതായിരുന്നു അവരുടെ ഉദ്ദേശം. അതിൽ ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു, അതിക്രൂരനായ ഒരു പട്ടാളക്കാരൻ. ആ പട്ടാളക്കാരൻ കൂട്ടക്കൊല ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്നു. അവന് ഡെയർഡെവിൽ എന്ന് പേരുള്ള ഒരു കറുത്ത കുതിരയുണ്ട്. യുദ്ധം നടക്കുന്ന സമയത്ത് ആ കറുത്ത കുതിരപ്പുറത്ത് പാഞ്ഞു വന്ന് എതിരാളികളുടെ തല വെട്ടിയെടുക്കും. മറ്റുള്ളവർ അവനെ കണ്ട് പേടിക്കാൻ വേണ്ടി തന്റെ പല്ലുകൾ കൂർപ്പിച്ചു വെച്ചിരുന്നു. ആ പട്ടാളക്കാരന്റെ അതിക്രമം സഹിക്കവയ്യാതെ വന്നപ്പോൾ നമ്മുടെ പട്ടാളക്കാർ കുറച്ചു നാളുകൾക്ക് ശേഷം കാട്ടിൽ വെച്ച് അവന്റെ കുതിരയെ വെടിവെച്ച് വീഴ്ത്തി. കാടിനുള്ളിലേക്ക് രക്ഷപ്പെട്ട അവൻ 2 പെൺകുട്ടികളുടെ മുന്നിൽ ചെന്ന് പെട്ടു. അവൻ ആ കുട്ടികളോട് ശബ്ദമുണ്ടാക്കരുത് എന്ന് ആംഗ്യം കാണിച്ച സമയത്ത് തന്നെ ഒരു പെൺകുട്ടി കയ്യിലെ മരച്ചില്ല ഒടിക്കും. ഈ ശബ്ദം കേട്ട് പട്ടാളക്കാർ അങ്ങോട്ടേക്ക് വന്നു. പട്ടാളക്കാരെ കണ്ട് ഭയന്ന ഒരു പെൺകുട്ടി കാടിനുള്ളിലേക്ക് ഓടി. മറ്റേയാൾ അവിടെ മരങ്ങൾക്കിടയിൽ മറഞ്ഞിരുന്നു. വന്ന പട്ടാളക്കാരെ പലരെയും ആ കുതിരക്കാരൻ വെട്ടിവീഴ്ത്തി. എങ്കിലും മറ്റുള്ളവർ അവനെ കീഴ്പ്പെടുത്തി. അവർ അവന്റെ വാളുകൊണ്ട് തന്നെ അവന്റെ തല വെട്ടിമാറ്റി. അവന്റെ ശരീരം ആ കാടിനുള്ളിൽ തന്നെ കുഴികുത്തി കുഴിച്ചിട്ടു. എന്നാൽ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അവൻ ഉണർന്നു. അവൻ അവന്റെ കൺമുന്നിൽ കാണുന്നവരുടെ തല വെട്ടിയെടുത്തു കൊണ്ടുപോകുന്നു. ഇതെല്ലാം കേട്ട് ഭയന്ന ഇക്ബാർട്ട് ആ ഭയം പുറത്തു കാണിക്കാതെ പറഞ്ഞു, ഒരു കൊലപാതകം നടത്താൻ പ്രേതം കല്ലറയിൽ നിന്ന് എഴുന്നേറ്റ് വരണമെന്നില്ല. മനുഷ്യൻ വിചാരിച്ചാലും മതി. ആ കൊലപാതകിയെ ഉറപ്പായി ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. അപ്പോഴേക്കും വൈദികൻ ഒരു ബൈബിൾ ഇക്ബാർട്ടിന് കൊടുത്തു. അവൻ ആ ബൈബിളിന്റെ ആദ്യ പേജ് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ അതിൽ വാൻഡാസൽ ഫാമിലി മെമ്പേഴ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ്. അന്നേ ദിവസം രാത്രി ഏറുമാടത്തിൽ കാവലിരുന്ന ജൊനാഥൻ നോക്കിയപ്പോൾ വെട്ടത്തിനായി വഴിയിൽ കത്തിച്ചു വെച്ചിരുന്ന പന്തങ്ങൾ ഓരോന്നായി അണയാൻ തുടങ്ങി. ഇത് ശ്രദ്ധിച്ച ജൊനാഥൻ തോക്ക് സെറ്റ് ചെയ്ത് ട്രിഗറിന്മേൽ വിരൽ വെച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു കുതിര കുളമ്പടി ശബ്ദം. നിമിഷങ്ങൾക്കുള്ളിൽ ആ കുതിര ജൊനാഥനെ പാസ് ചെയ്തു പോയി. ജൊനാഥൻ അയാളെ വെടിവെക്കുമെങ്കിലും ഒന്നും സംഭവിച്ചില്ല. ഭയന്ന ജൊനാഥൻ പുറത്തേക്കിറങ്ങി ഓടാൻ തുടങ്ങി. അയാളുടെ പിന്നാലെ തലയില്ലാതെ വന്ന കുതിരക്കാരനും. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ കുതിരക്കാരൻ ജൊനാഥന്റെ തല വെട്ടിയെടുത്ത് തലയുമായി കാട്ടിലേക്ക് മറഞ്ഞു. അടുത്ത ദിവസം ഇക്ബാർട്ട് ക്രെയിൻ കില്ലർ എന്ന ആളെ കാണാനെത്തി. കാരണം കില്ലറാണ് ആ നാട്ടിൽ കുതിരയെ ട്രെയിൻ ചെയ്യിക്കുന്നതും കുതിര കച്ചവടവും ഒക്കെ നടത്തുന്നയാൾ. ഇക്ബാർട്ട് അയാളുടെ കയ്യിൽ നിന്നും ഒരു കുതിരയെ വാങ്ങും. ഇതാണ് ബെത്ത്, കില്ലറുടെ ഭാര്യയാണ്. ആൾക്ക് പ്രഗ്നന്റ് ആയ സ്ത്രീകളെ ശുശ്രൂഷിക്കുകയും ജനിക്കുന്ന കുഞ്ഞു മക്കൾക്ക് വേണ്ടിയുള്ള മരുന്ന് തയ്യാറാക്കലുമൊക്കെയാണ് ജോലി. ഇത് കില്ലറുടെയും ബാത്തിന്റെയും ഒരേ ഒരു മകൻ തോമസ്. ഇക്ബാർട്ട് ഇവരെ പരിചയപ്പെട്ടുകൊണ്ട് നിന്നപ്പോൾ ഒരാൾ അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം ആ തലയില്ലാത്ത കുതിരക്കാരൻ ജുനാദിനെ കൊന്ന് അയാളുടെ തലയുമായി പോയി. ഇത് കേട്ട ഇക്ബാർട്ട് അങ്ങോട്ടേക്ക് തിരിക്കും. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ അയാൾ അവിടെ എത്തും. നാട്ടിലെ പ്രമാണിമാർ മുഴുവൻ അവിടെയുണ്ട്. ഇക്ബാർട്ട് ക്രെയിൻ അവിടെ മാകെ പരിശോധിച്ച ശേഷം പറഞ്ഞു, കുതിരയുടെ കാൽപ്പാടുകൾ തമ്മിൽ നല്ല ദൂരമുണ്ട്. അതിനാൽ കൊലയാളി ജുനാദിന്റെ പിന്നാലെ കുതിരപ്പുറത്ത് പാഞ്ഞു വന്ന് ആക്രമിച്ച ശേഷം ഒരു നിശ്ചിത അളവിൽ മുന്നിലേക്ക് പോയി. പിന്നെ തിരിച്ചു വന്ന് ജുനാദിന്റെ തലയുമായി പോയി. അവൻ തന്റെ സയന്റിഫിക് ടൂൾ ഉപയോഗിച്ച് ആ ബോഡി പരിശോധിച്ച ശേഷം പറഞ്ഞു, ശക്തിയേറിയ ഒറ്റ വെട്ടിനാൽ തല മുറിഞ്ഞുപോയി. ഈ കൃത്യത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ ചൂടേറിയ ആയുധമാണ്. അവിടെ നിന്നും സീൻ കട്ടായി ജൊനാഥന്റെ ശവസംസ്കാര ചടങ്ങ്. ഇതാണ് മെസ്ബത്തിന്റെ മകനായ കുഞ്ഞ് മെസ്ബത്ത്. ചടങ്ങ് കഴിഞ്ഞ് എല്ലാവരും മടങ്ങി. കുഞ്ഞ് മെസ്ബത്ത് ഇക്ബാർട്ടിന്റെ അടുത്ത് ഓടിയെത്തിയ ശേഷം പറഞ്ഞു, ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്. എന്റെ അമ്മ ഞാൻ കുഞ്ഞായിരുന്നപ്പോഴേ മരിച്ചു. എന്റെ അപ്പനെ ആരോ കൊലപ്പെടുത്തി. ആ കൊലപാതകിയോട് എനിക്ക് പകരം വീഴണം. ഞാൻ നിങ്ങളെ സഹായിയായിട്ട് കൂടെ കൂടിക്കോട്ടെ. ഇക്ബാർട്ട് പറഞ്ഞു, എന്റെ വഴികൾ ആപത്ത് നിറഞ്ഞതാണ്. നീ കുഞ്ഞാണ്. ആ സമയത്ത് നിന്നെ നോക്കാൻ പറ്റിയെന്ന് വരില്ല. ഇത്രയും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകും. അപ്പോഴേക്കും മജിസ്ട്രേറ്റ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഇക്ബാർട്ടിനോട് പറഞ്ഞു, ജൊനാഥൻ അല്ല 4ാമത് കൊല്ലപ്പെട്ടത്. ജൊനാഥൻ 5ാമത്തെ ആളാണ്. ഇവിടത്തെ 4 കല്ലറകളിലായി 5 പേർ ഉറങ്ങുന്നുണ്ട്. ഇവരുടെ ഈ സംസാരം കുറച്ച് അകലെ നിന്ന് വൈദികൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ മജിസ്ട്രേറ്റ് ഇക്ബാർട്ടിനോട് ബൈ പറഞ്ഞ് അവിടെ നിന്ന് പോകും. കുറച്ചു നേരം അവിടെ ആലോചിച്ച് നിന്ന ശേഷം ഇക്ബാർട്ട് കുഞ്ഞ് മെസ്ബത്തിനോട് തന്റെ ഒപ്പം കൂടിക്കോളാൻ പറഞ്ഞു. അടുത്ത ദിവസം തന്നെ 4 കല്ലറകളും പൊളിച്ച് ശവപ്പെട്ടികൾ പുറത്തേക്ക് എടുത്തു വെച്ച് ഇക്ബാർട്ട് ക്രെയിൻ പരിശോധിക്കും. അതിൽ വിധവയായ വിൻഷിപ്പിന്റെ ബോഡി പരിശോധിക്കുമ്പോൾ അവരുടെ വയറ്റിൽ ഒരു മുറിവ് കാണും. അതിലെന്തോ സംശയം തോന്നിയ ഇക്ബാർട്ട് ആ ബോഡിയുമായി ഡോക്ടർ തോമസിന്റെ ക്ലിനിക്കിലെത്തും. ഡോക്ടർ ഉൾപ്പെടെ എല്ലാവരെയും പുറത്താക്കിയ ശേഷം വിൻഷിപ്പിന്റെ ബോഡി ഇക്ബാർട്ട് പരിശോധിക്കും. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ പുറത്ത് കാത്തുനിന്ന എല്ലാവരോടുമായി അയാൾ വന്ന് പറഞ്ഞു, മരണപ്പെട്ട സമയത്ത് വിധവയായ വിൻഷിപ്പ് ഗർഭിണിയായിരുന്നു. ആരാണ് ആ കുഞ്ഞിന്റെ പിതാവെന്ന് കണ്ടെത്തിയാൽ ഒരുപക്ഷെ നമുക്ക് ഈ കൊലപാതകങ്ങളുടെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞേക്കും. അന്ന് രാത്രി ഇക്ബാർട്ട് കുതിരപ്പുറത്ത് മെല്ലെ പോകുമ്പോൾ
വരുമ്പോൾ പിന്നിൽ നിന്നും ഒരു കുതിരക്കുളമ്പടി ശബ്ദം. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ തലയില്ലാത്ത കുതിരക്കാരൻ കയ്യിൽ ഒരു എരിയുന്ന മത്തങ്ങയും പിടിച്ചു നിൽക്കുന്നു. ആ കാഴ്ച കണ്ട ഇക്ബാഡ് കുതിരയെ വളരെ വേഗം പായിച്ചു. പിന്നാലെ എത്തിയ കുതിരക്കാരൻ കയ്യിലിരുന്ന മത്തങ്ങ ഇക്ബാഡിന്റെ നേർക്ക് എറിഞ്ഞു കൊള്ളിക്കും. ഏറുകൊണ്ട ഉടൻ തന്നെ ഇക്ബാഡിന്റെ ബോധം നഷ്ടപ്പെടും. എന്നാൽ ആ തലയില്ലാത്ത കുതിരക്കാരൻ ഇക്ബാഡിനെ ഉപദ്രവിക്കാതെ അവിടെ നിന്ന് പോകും. യഥാർത്ഥത്തിൽ അത് ബ്രോം ആയിരുന്നു. ബ്രോം കത്രീന വാൻടാസിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനാണ്. ബോധം പോയ ഇക്ബാഡ് ഒരു സ്വപ്നം കാണും. കുട്ടിക്കാലത്തെ അവനെയും അവന്റെ അമ്മയെയും. ബോധം വരുമ്പോൾ ഇക്ബാഡ് വാൾട്ടസിന്റെ വീട്ടിലാണ്. വെള്ളം കുടിക്കാനായി താഴെ വന്നപ്പോൾ തൊട്ടടുത്ത റൂമിൽ വെളിച്ചം കണ്ട് അങ്ങോട്ടേക്ക് ചെല്ലും. കത്രീന ആയിരുന്നു അത്. അവൾ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്ബാഡിനെ കണ്ടതും അവൾ ആ ബുക്ക് മറച്ചു വെക്കും. ഇത് കണ്ട ഇക്ബാഡ് തന്നെ കണ്ടതും എന്തിനാണ് ബുക്ക് മറച്ചു വെച്ചത് എന്ന് ചോദിക്കും. കത്രീന പറഞ്ഞു, അപ്പന് ഞാൻ റൊമാന്റിക് ബുക്കുകൾ വായിക്കുന്നത് ഇഷ്ടമല്ല. കാരണം ഇത് എന്റെ അമ്മയുടെ കളക്ഷനിൽ നിന്നുള്ള പുസ്തകമാണ്. അപ്പൻ കരുതിയിരിക്കുന്നത് ഈ പുസ്തകങ്ങൾ വായിക്കുന്നതിന്റെ പേരിലാണ് അമ്മയ്ക്ക് അസുഖം വന്ന് മരിച്ചത് എന്നാണ്. 2 വർഷം മുൻപാണ് അമ്മ മരിച്ചത്. രോഗസമയത്ത് എന്റെ അമ്മയെ പരിചരിക്കാൻ വന്ന നേഴ്സാണ് ഇപ്പോഴത്തെ എന്റെ രണ്ടാനമ്മ. ഇക്ബാഡ് ചോദിച്ചു, തന്റെ അച്ഛൻ ബാൾട്ടസും കൊല്ലപ്പെട്ട പീറ്ററും ഉറ്റ സുഹൃത്തുക്കളും ബന്ധുക്കളും ആണല്ലേ? വൈദികൻ തന്ന ബൈബിളിൽ ഫാമിലി മെമ്പേഴ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. അത് പരിശോധിച്ചപ്പോഴാണ് ഈ കാര്യം എനിക്ക് മനസ്സിലായത്. എന്തിനാണ് ഈ കാര്യം നിങ്ങളും കുടുംബവും മറച്ചുവെച്ചത്? കത്രീന പറഞ്ഞു, ഈ നാട്ടിൽ ദുർമരണം നടന്ന കുടുംബമാണെന്നറിഞ്ഞാൽ എല്ലാവരും ഒറ്റപ്പെടുത്തും. വിവാഹം, മരണം, ജനന ദിവസം, സൗഹൃദ പാർട്ടികൾ എല്ലാത്തിൽ നിന്നും ഞങ്ങളെ മാറ്റി നിർത്തും. കത്രീന തുടർന്നു, പീറ്റർ വാൻ ഗാരറ്റ് എന്റെ അച്ഛനോടുള്ള സ്നേഹം കരുതി ഒരു കുഞ്ഞു വീടും കുറച്ച് സ്ഥലവും ഞങ്ങൾക്ക് തന്നു. എന്റെ അച്ഛൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ. ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്ന വീട് ഇപ്പോഴുമുണ്ട്. ഇത്രയും പറഞ്ഞ ശേഷം കത്രീന അവളുടെ അമ്മയുടെ ബുക്ക് കളക്ഷനിൽ നിന്നും ഒരു മന്ത്രവാദത്തെക്കുറിച്ചുള്ള പുസ്തകം ഇക്ബാഡിന് സമ്മാനമായി നൽകും. ആദ്യം ആ പുസ്തകം വേണ്ട എന്ന് പറഞ്ഞെങ്കിലും കത്രീനയുടെ നിർബന്ധപ്രകാരം അവനത് വാങ്ങും. കത്രീന ഇക്ബാഡിനെയും കൂട്ടി അവർ പണ്ട് താമസിച്ചിരുന്ന വീട്ടിലെത്തും. വീടെന്ന് പറയാനായി അവിടെ ഒന്നുമില്ല. എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. കുറച്ച് കല്ലിൻ കഷ്ണം മാത്രം അവിടെ ഉണ്ട്. കത്രീന അവിടെയൊക്കെ നടന്ന് പണ്ടത്തെ പല കാര്യങ്ങളും ഇക്ബാഡിനോട് പറയും. അവിടെ ഒരു കല്ലിൽ ഒരു വില്ലാളി വീരന്റെ പടം കൊത്തിവെച്ചിരിക്കുന്നത് കാണിച്ചിട്ട് കത്രീന പറഞ്ഞു, ഇതിന് നല്ല പഴക്കമുണ്ട്. കാരണം ഞങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ ഇതിവിടെ കൊത്തിവെച്ചിരുന്നതാണ്. അവിടെ നിന്ന് സീൻ കട്ടായി മജിസ്ട്രേറ്റ് സാമുവലിന്റെ വീട്. അവിടെ മറ്റു 3 പ്രമുഖരായ സിമ്പന്തികളുമുണ്ട്. മജിസ്ട്രേറ്റ് തന്റെ സാധനങ്ങളെല്ലാം ഒരു കുതിരവണ്ടിയിൽ കയറ്റി അവിടെ നിന്നും പോകുകയാണ്. ഇത് മറഞ്ഞു നിന്ന് ഇക്ബാഡ് കാണുന്നുണ്ടായിരുന്നു. ഇക്ബാഡ് മജിസ്ട്രേറ്റിനെ ഫോളോ ചെയ്ത് ആരുമില്ലാത്ത ഒരു സ്ഥലത്തെത്തിയപ്പോൾ അയാളെ തടഞ്ഞു നിർത്തി ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? കൊല്ലപ്പെട്ട വിൻഷിപ്പ് ഗർഭിണിയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? സാമുവൽ പറഞ്ഞു, ഞാൻ ഈ നാട്ടിലെ മജിസ്ട്രേറ്റ് ആയതിനാൽ കുഞ്ഞിന്റെ സംരക്ഷണം ഉറപ്പുവരുത്താൻ വേണ്ടി അവൾ ആ സത്യം എന്നോട് പറഞ്ഞു. ഇക്ബാഡ് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്നും നിങ്ങൾക്കറിയാം? പെട്ടെന്ന് അന്തരീക്ഷമാകെ മാറി. ഇടിയും മിന്നലും തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന ആടുകൾ പേടിച്ചോടി. എവിടെ നിന്നോ ഒരു കുതിരക്കുളമ്പടി ശബ്ദം. തലയില്ലാത്ത കുതിരക്കാരൻ ഊരിയ വാളുമായി വന്ന് മജിസ്ട്രേറ്റിന്റെ തല വെട്ടിയെടുത്തു. ആ തലയുമായി ആ കുതിരക്കാരൻ അവിടെ നിന്നും പാഞ്ഞു പോയി. ഇതെല്ലാം കണ്ട ഇക്ബാഡിന്റെ ബോധം പോയി. ഇക്ബാഡിന് ബോധം വന്നപ്പോൾ ബാർട്ടസിന്റെ വീട്ടിലാണ്. അവൻ നല്ലോണം പേടിച്ചു വിറച്ചിരിക്കുകയാണ്. റൂമിലേക്ക് ബാർട്ടസ് കയറി വന്നു. ഇക്ബാഡ് വിറച്ചുകൊണ്ട് പറഞ്ഞു, അത് ഒരു തലയില്ലാത്ത കുതിരക്കാരനാണ്. എന്റെ മുന്നിൽ വെച്ചാണ് അയാൾ മജിസ്ട്രേറ്റിന്റെ തല വെട്ടിയെടുത്ത് കൊണ്ടുപോയത്. റിപ്പീറ്റ് ആയിട്ട് ഇതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് ഇക്ബാഡ് മയങ്ങി വീഴും. അടുത്ത ദിവസം ഇക്ബാഡ് ഉറക്കമുണരുന്നത് ബാർട്ടസിന്റെയും സിമ്പന്തികളുടെയും ചർച്ച കേട്ടാണ്. ഇക്ബാഡ് അങ്ങോട്ടേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഇന്നലെ ഞാൻ ഭയന്നുപോയി എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഞാൻ എന്റെ ധൈര്യം വീണ്ടെടുത്തു കഴിഞ്ഞു. ഈ കൊലപാതകങ്ങളുടെ ഉത്തരം കിട്ടണമെങ്കിൽ ആ തലയില്ലാത്ത കുതിരക്കാരനെ കിട്ടിയേ പറ്റൂ. അതിനാൽ ആ തലയില്ലാത്ത കുതിരക്കാരൻ നോക്കി ഉൾക്കാട്ടിലേക്ക് പോവുകയാണ്. എന്നെ സഹായിക്കാൻ ആർക്കെങ്കിലും വരാൻ പറ്റുമോ? അവിടെ നിന്ന് ആരും ഇക്ബാഡിനൊപ്പം പോകാൻ കൂട്ടാക്കില്ല. എന്നാൽ കുഞ്ഞു മെസ്ബത്ത് ധൈര്യത്തോടെ കൈ ഉയർത്തും. ഇക്ബാഡും കുഞ്ഞു മെസ്ബത്തും കാട്ടിലേക്ക് പോകും. പോകുന്ന വഴിക്ക് ഇക്ബാഡ് പറഞ്ഞു, വാൻ ഗാരറ്റ്, അയാളുടെ മകൻ, വിധവയായ വിൻഷിപ്പ്, നിന്റെ അച്ഛൻ ജൊനാഥൻ മെസ്ബത്ത്, ഇപ്പോൾ മജിസ്ട്രേറ്റും, ഇവരെല്ലാം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? കുഞ്ഞു മെസ്ബത്ത് പറഞ്ഞു, എന്റെ അച്ഛൻ വാൻ ഗാരറ്റിന്റെ ജോലിക്കാരനായിരുന്നു. വാൻ ഗാരറ്റ് മരണപ്പെടുന്നതിന് ഒരാഴ്ച മുന്നേ വാൻ ഗാരറ്റും മകനും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടായി. രാത്രി വാൻ ഗാരറ്റ് എന്റെ അച്ഛനെ ആളെ വിട്ട് വിളിപ്പിച്ചു. ഈ സംസാരത്തിന്റെ ഇടയ്ക്ക് അവർ ഒരു ഗുഹയ്ക്ക് മുന്നിലെത്തി. കുതിരയെ പുറത്ത് കെട്ടിയ ശേഷം അവർ ഉള്ളിലേക്ക് കയറി. ഇക്ബാഡിന് നല്ല ഭയമുണ്ട്. അതിനാൽ കുഞ്ഞ് മെസ്ബത്തിനെ മുന്നിലാക്കി തോക്കു ചൂണ്ടിയാണ് നടക്കുന്നത്. ആ ഗുഹയ്ക്കുള്ളിൽ ഒരു മന്ത്രവാദി സ്ത്രീയുണ്ട്. കുഞ്ഞ് മെസ്ബത്ത് അവരോട്
അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഒരു തലയില്ലാത്ത കുതിരക്കാരനെ അറിയാമോ? മന്ത്രവാദി സ്ത്രീ കുഞ്ഞു മെസ്ബത്തിനോട് പുറത്തു പോകാൻ പറഞ്ഞ ശേഷം ഇക്ബാർട്ടിനെ അവിടെ പിടിച്ചിരുത്തും. ഇക്ബാർട്ട് വീണ്ടും കുതിരക്കാരനെ പറ്റിയുള്ള ചോദ്യം മന്ത്രവാദിയോട് ചോദിച്ചു. പെട്ടെന്ന് അവരുടെ രൂപം മാറി. അവർ അവന്റെ മുകളിലേക്ക് ചാടി വീഴും. എന്നിട്ട് പറഞ്ഞു, ഇവിടെ നിന്നും സൂര്യാസ്തമയം ലക്ഷ്യമാക്കി പോയാൽ മതി. നീ ഒരു മരണത്തിന്റെ മരത്തിന് അടുത്തെത്തും. ആ മരത്തിലൂടെ ഊർന്ന് താഴേക്കിറങ്ങുക. അവിടെയാണ് ആ തലയില്ലാത്ത കുതിരക്കാരൻ വിശ്രമിക്കുന്നത്. ഇത്രയും പറഞ്ഞ് അവർ അവന്റെ ദേഹത്തേക്ക് തളർന്നു വീഴും. ഇക്ബാർട്ട് അവരെ എടുത്ത് മാറ്റിയ ശേഷം ഗുഹയ്ക്ക് പുറത്തെത്തി. ഇക്ബാർട്ടും കുഞ്ഞു മെസ്ബത്തും അവിടെ നിന്നും മുന്നിലേക്ക് ചെന്നപ്പോൾ ഒരു വെള്ള കുതിരപ്പുറത്ത് ആരോ പോകുന്നത് ശ്രദ്ധിക്കും. കുഞ്ഞു മെസ്ബത്തിനെ അവിടെ നിർത്തിയ ശേഷം ഇക്ബാർ തോക്കുമായി ആ കുതിരയ്ക്ക് പിന്നാലെ ചെല്ലും. അവൻ വിറയ്ക്കുന്ന കൈകളോടെ തോക്ക് ആ കുതിര ഓടിച്ചിരുന്ന വ്യക്തിക്ക് നേരെ ചൂണ്ടും. അത് കത്രീനയായിരുന്നു. കത്രീന പറഞ്ഞു, നിങ്ങളുടെ കൂടെ കുഞ്ഞു മെസ്ബത്ത് മാത്രമല്ലേ ഉള്ളൂ, അതിനാൽ ഞാനും ഒപ്പം വരാമെന്ന് കരുതി. അവർ മൂന്നുപേരും മുന്നിലേക്ക് സൂര്യാസ്തമയം ലക്ഷ്യമാക്കി പോകും. കുറച്ചധികം നേരത്തെ യാത്രയ്ക്ക് ശേഷം തലയില്ലാത്ത കുതിരക്കാരന്റെ ശവക്കല്ലറ എന്ന് കരുതാവുന്ന മരത്തിന് മുന്നിലെത്തും. ഇക്ബാർ ഒരു മഴുവെടുത്ത് ആ മരത്തിന്റെ വേരിലേക്ക് വെട്ടുമ്പോൾ അതിൽ നിന്നും ചോര ഒഴുകാൻ തുടങ്ങും. കുറച്ചധികം നേരത്തെ പരിശ്രമത്തിന് ശേഷം ഇക്ബാർ ആ മരത്തിന്റെ വേരിന്റെ ഒരു ഭാഗം വെട്ടിമുറിക്കും. അവിടെ നിന്ന സിംബന്ദികൾ എല്ലാവരും ഞെട്ടിപ്പോയി. സ്ലീപ്പി ഹോളോ എന്ന ഗ്രാമത്തിൽ നിന്നും കൊല്ലപ്പെട്ട് കാണാതെ പോയ എല്ലാവരുടെയും തലകൾ ആ മരത്തിലുണ്ടായിരുന്നു. തന്റെ അപ്പന്റെ ഉൾപ്പെടെ തല കണ്ട കുഞ്ഞ് മെസ്ബത്ത് ഭയന്ന് തലതിരിക്കും. കത്രീന അവനെ സമാധാനിപ്പിക്കും. ഇക്ബാർട്ട് പറഞ്ഞു, ഈ മരം ഒരു വാതിലാണ്, രണ്ട് ലോകങ്ങൾക്കിടയിലെ വാതിൽ. ഇക്ബാർട്ട് അവിടെ മാകെ പരിശോധിക്കുമ്പോൾ ഒരു വാള് കുത്തിവെച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് കയറി നോക്കിയപ്പോൾ അവിടത്തെ മണ്ണ് ഇളകിക്കിടക്കുന്നു. അവന് മനസ്സിലായി ഇവിടെ ആരോ വന്നിട്ടുണ്ട്. ഇക്ബാർട്ട് വാളിരുന്ന ഭാഗം കുഴിച്ചു നോക്കി. പണ്ടത്തെ ആ പട്ടാളക്കാരന്റെ അസ്ഥികൂടം കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയാണ്. കുറച്ചു നേരത്തെ പരിശ്രമത്തിന് ശേഷം അവൻ അയാളുടെ അസ്ഥികൂടം കണ്ടെത്തി. എന്നാൽ അയാളുടെ തലയോട്ടി ആ കുഴിമാടത്തിലില്ല. ഇക്ബാർ സിംബന്ദികളോട് പറഞ്ഞു, കുതിരക്കാരന്റെ തലയോട്ടി ആരോ എടുത്തുകൊണ്ടു പോയിട്ടുണ്ട്. അതിനാലാണ് ആ കുതിരക്കാരൻ അയാളുടെ തലയോട്ടി അന്വേഷിച്ച് പുറത്തു വരുന്നത്. പെട്ടെന്ന് അന്തരീക്ഷമാകെ മാറി. ഇടിയും മിന്നലും കൊണ്ട് നിറഞ്ഞു. കുറച്ചു സമയത്തിനുള്ളിൽ ആ മരത്തിനുള്ളിൽ നിന്ന് തലയില്ലാത്ത കുതിരക്കാരൻ പുറത്തേക്ക് വന്നു. അയാൾ സ്ലീപ്പി ഹോളോ എന്ന ഗ്രാമം ലക്ഷ്യമാക്കി പോയി. പിന്നാലെ ഇക്ബാർട്ടും. തലയില്ലാത്ത കുതിരക്കാരൻ നേരെ കില്യാന്റെ വീട്ടിലേക്ക് ചെന്ന് കില്യാനെയും ഭാര്യ ബേത്തിനെയും അവരുടെ മകൻ തോമസിനെയും കൊന്ന് അവരുടെ തലകൾ ഒരു ബാഗിലാക്കി അവിടെ നിന്നും പോകാനൊരുങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് ബ്രോം കടന്നു ചെല്ലും. കുതിരക്കാരനെ ബ്രോം വെടിവെച്ച് കുതിരപ്പുറത്ത് നിന്നും വീഴ്ത്തും. എന്നാൽ ആ കുതിരക്കാരൻ ബ്രോമിനെ ആക്രമിക്കാതെ അവിടെ നിന്ന് പോകും. എന്നാൽ അടങ്ങാത്ത ബ്രോം കുതിരക്കാരനെ കത്തിയെറിഞ്ഞ് ആക്രമിക്കും. കുതിരക്കാരൻ ബ്രോമിനെ കൊല്ലാതെ തിരിച്ച് അവന്റെ കാലിലേക്ക് കത്തിയെറിഞ്ഞ് അവനെ വീഴ്ത്തും. അങ്ങോട്ടേക്ക് ഇക്ബാർട്ട് എത്തി. കുതിരക്കാരനെ അരിവാള് കൊണ്ട് വീണ്ടും ആക്രമിക്കാൻ ഒരുങ്ങുന്ന ബ്രോമിനെ ഇക്ബാർട്ട് തടയും. ബ്രോം ഇക്ബാർട്ടിന്റെ വാക്ക് കേൾക്കാതെ കുതിരക്കാരനെ വീണ്ടും ആക്രമിക്കും. ബ്രോം ഒറ്റയ്ക്ക് കുതിരക്കാരനെ നേരിടുന്നത് കണ്ടപ്പോൾ ഇക്ബാർട്ടിന് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. അവനും കുതിരക്കാരനെ നേരിടും. എന്നാൽ തലയില്ലാത്ത കുതിരക്കാരൻ ഇക്ബാർട്ടിന്റെ നെഞ്ചിൽ കുത്തി എടുത്തെറിഞ്ഞ ശേഷം ബ്രോമിനെ വെട്ടിച്ചിതറിച്ച് അവിടെ നിന്ന് പോകും. പരിക്കേറ്റ് വീണ ഇക്ബാർട്ട് കുറച്ചകലെ കിടന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ആ കാഴ്ച കണ്ട് വീണ്ടും അവന്റെ ബോധം പോകും. അടുത്ത ദിവസം ഇക്ബാർട്ടിനെ ഡോക്ടർ പരിശോധിച്ച ശേഷം ബാർട്ടസിനോട് പറഞ്ഞു, ചെറിയ ഒരു മുറിവ് മാത്രമേ കുതിരക്കാരൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. പേടിച്ചിട്ടുള്ള പനിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോഴേക്കും കത്രീന ഒരു ഒറ്റമൂലിയുമായി അങ്ങോട്ടേക്ക് വന്നു. ഇക്ബാർ കത്രീനയോട് പറഞ്ഞു, ആ കുതിരക്കാരൻ എന്നെയോ ബ്രോമിനെയോ കൊല്ലാൻ വന്നതല്ല. ബ്രോം അയാളെ ആക്രമിച്ചത് കൊണ്ടാണ് അവനെ അയാൾ കൊന്നത്. ഇതുവരെയുള്ള അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത് കുതിരക്കാരൻ മുന്നിൽ കാണുന്ന എല്ലാവരെയും ആക്രമിക്കില്ല. അയാളെ ആരോ നിയന്ത്രിക്കുന്നുണ്ട്. ആ നിയന്ത്രിക്കുന്ന വ്യക്തി പറയുന്ന ആൾക്കാരെ മാത്രമാണ് കുതിരക്കാരൻ കൊല്ലുന്നത്. ഇത്രയും പറഞ്ഞ ശേഷം കത്രീന കൊടുത്ത മരുന്ന് കുടിച്ച് ഇക്ബാർട്ട് മയങ്ങും. അടുത്ത ദിവസം അവൻ ഉറക്കമുണരുമ്പോൾ കത്രീനയുടെ രണ്ടാനമ്മ ലേഡി വാൻടാസിൽ അവന്റെ അടുത്തിരിക്കുകയാണ്. ഇക്ബാർട്ട് ചോദിച്ചു, എന്നെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന സാറ എവിടെ പോയി? ലേഡി വാൻടാസിൽ പറഞ്ഞു, സാറയും ഇവിടെ പണ്ടുണ്ടായിരുന്ന ജോലിക്കാരെ പോലെ തന്നെ ജോലി മതിയാക്കിപ്പോയി. പേടി കാരണമാണ് ആരും നിൽക്കാത്തത്. ഇനി നിങ്ങളുടെ മുറിവ് ഉണങ്ങുന്നത് വരെ ഞാൻ ശുശ്രൂഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് അവർ പോകും. ഇക്ബാർട്ടിന്റെ ആരോഗ്യമൊന്നും സെറ്റായി കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും അന്വേഷണത്തിലേക്ക് മടങ്ങിയെത്തി. ആ നാട്ടിലുള്ള മെയിൻ സിംബന്ദികളെയും അവന് സംശയമുള്ള എല്ലാവരുടെ പേരുകളും കുറച്ച് പേപ്പറുകളിൽ എഴുതി വെച്ച് കുഞ്ഞു ബെസ്ബത്തിനോട് പറഞ്ഞു, ബ്രോമിന് മുന്നേ കൊല്ലപ്പെട്ടത് മജിസ്ട്രേറ്റ് ആയിരുന്നു. അന്ന് കുതിരക്കാരൻ വന്നത് മജിസ്ട്രേറ്റിനെ കൊല്ലാൻ വേണ്ടി മാത്രമാണ്. അതിനുശേഷം വന്നത് കില്യനെയും കുടുംബത്തെയും കൊല്ലാൻ വേണ്ടി. ഡോക്ടറെയോ വൈദികനെയോ വാട്സനെയോ കുതിരക്കാരൻ ഉപദ്രവിച്ചില്ല. ഇതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് വിട്ടുപോകാൻ ശ്രമിക്കുന്നവരെയാണ് കുതിരക്കാരനെ ഉപയോഗിച്ച് ആരോ കൊലപ്പെടുത്തുന്നത്.
ചെയ്യുന്നത്. ഇക്ബാഡിന് തോന്നിയ സംശയങ്ങളെല്ലാം ചില പോയിന്റ്സ് ആയിട്ട് അവൻ ഒരു പേപ്പറിൽ എഴുതി വെക്കും. കുഞ്ഞ് മെസ്ബത്ത് പറഞ്ഞു, പീറ്റർ വാൻ ഗാരറ്റിന്റെ മരണത്തിന് ശേഷം ബാൾട്ടസ് വാൻ ടാസിലാണ് നാട്ടിലെ ശ്രേഷ്ഠനായ വ്യക്തി. പെട്ടെന്ന് ഇക്ബാഡിന്റെ മനസ്സിൽ ഒരു കൊള്ളിയാൻ പോയി. വൈദികൻ കൊടുത്ത ബൈബിൾ ഓപ്പൺ ആക്കിയിട്ട് അതിന്റെ മുന്നിലുള്ള വാൻ ഗാരറ്റ് ഫാമിലിയുടെയും വാൻ ടാസിൽ ഫാമിലിയുടെയും ഫുൾ ഡീറ്റെയിൽസ് പരിശോധിച്ച ശേഷം കുഞ്ഞ് മെസ്ബത്തിനെയും കൂട്ടി രജിസ്ട്രാറെ കാണാൻ ഓഫീസിലെത്തി. ഇക്ബാർട്ടും കുഞ്ഞ് മെസ്ബത്തും ഓഫീസിനുള്ളിൽ കയറിയെങ്കിലും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇക്ബാർട്ട് അവിടെയുള്ള ഒരു അലമാര തുറന്ന് നോക്കിയപ്പോൾ അതിനുള്ളിൽ രജിസ്ട്രാർ ഒളിച്ചിരിക്കുന്നു. അതേ സമയം തന്നെ കുഞ്ഞ് മെസ്ബത്ത് അവന്റെ അപ്പൻ ജൊനാഥൻ മെസ്ബത്തിന്റെ ബാഗ് അവിടെ ഇരിക്കുന്നത് ശ്രദ്ധിക്കും. അവൻ അത് പോയി എടുക്കും. ഇക്ബാർട്ട് രജിസ്ട്രാറോട് പറഞ്ഞു, കൊല്ലപ്പെടുന്നതിന് മുന്നേ പീറ്റർ വാൻ ഗാരറ്റ് തയ്യാറാക്കിയ വിൽപത്രം എനിക്ക് കാണണം. ഇത് കേട്ട് രജിസ്ട്രാർ പറഞ്ഞു, അയാളുടെ മരണശേഷം സ്വത്തെല്ലാം മകനായ ഡെറിക്കിനാണ് എഴുതി വെച്ചിരുന്നത്. ഇക്ബാർ ചോദിച്ചു, ഡെറിക്കും മരിച്ചത് കാരണം ആ സ്വത്തെല്ലാം അടുത്ത ബന്ധുവിനല്ലേ പോയി ചേരുന്നത്? രജിസ്ട്രാർ പറഞ്ഞു, നമ്മുടെ നാട്ടിലെ നിയമം അങ്ങനെയാണ്. അപ്പോഴേക്കും കുഞ്ഞ് മെസ്ബത്ത് അവന്റെ അപ്പന്റെ ബാഗ് ഓപ്പൺ ആക്കിയിട്ട് അതിൽ നിന്നും ഒരു വിൽപത്രം പുറത്തെടുത്ത് ഇക്ബാർട്ടിന് കൊടുക്കും. അവൻ അത് വാങ്ങി നോക്കിയപ്പോൾ അതിന്റെ സീല് പൊട്ടിച്ചിരിക്കുന്നു. ഇക്ബാർ ആ വിൽപത്രം തുറന്ന് വായിച്ചിട്ട് രജിസ്ട്രാറോട് ചോദിച്ചു, ഇത് പീറ്റർ വാൻ ഗാരറ്റിന്റെ വിൽപത്രമാണ്. ഇതിൽ പറയുന്നത് പ്രകാരം സ്വത്തെല്ലാം കൊല്ലപ്പെട്ട വിൻഷിപ്പിനാണ് ചെന്ന് ചേരേണ്ടത്. അപ്പോഴേക്കും വീണ്ടും കുഞ്ഞ് മെസ്ബത്ത് പീറ്റർ വാൻ ഗാരറ്റിന്റെയും വിൻഷിപ്പിന്റെയും മാരേജ് സർട്ടിഫിക്കറ്റ് ആ ബാഗിൽ നിന്നും എടുത്തു കൊടുത്തു. ആ സർട്ടിഫിക്കറ്റ് നോക്കിയ ശേഷം ഇക്ബാർട്ട് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങൾ എല്ലാവരും പീറ്റർ വാൻ ഗാരറ്റിന്റെ കൊലയ്ക്ക് എങ്ങനെയാണ് പങ്കാളികളായത് എന്ന്. അവൻ തുടർന്നു, വൈദികനാണ് പീറ്ററിന്റെയും വിൻഷിപ്പിന്റെയും വിവാഹം നടത്തിയത്. വിൻഷിപ്പ് ക്യാരിയിങ് ആയതിനാൽ ഡോക്ടറാണ് പ്രസവ ശുശ്രൂഷ നടത്തിയത്. മജിസ്ട്രേറ്റ് കുഞ്ഞിന് വേണ്ടിയുള്ള നിയമത്തിന്റെ പരിരക്ഷ നൽകി. രജിസ്ട്രാറായ നിങ്ങൾ വിൽപത്രം തയ്യാറാക്കി കൊടുത്തു. ഈ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നടത്താൻ വേണ്ടി തന്റെ ബന്ധുവും സ്നേഹിതനും വിശ്വസ്തനുമായ ബാൾട്ടസ് വാൻ ടാസിലിനെ ഉപയോഗിച്ചു. നിങ്ങൾ എല്ലാവരും ഗൂഢാലോചന നടത്തി വാൻ ഗാരറ്റ് കുടുംബത്തെയും കൊന്നുകളഞ്ഞു. രജിസ്ട്രാർ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതിൽ കുറച്ചു കാര്യം സത്യമാണ്, എന്നാൽ ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല. ഇക്ബാർട്ട് തുടർന്നു, നിങ്ങളിൽ ആരോ കുതിരക്കാരനെ ഉപയോഗിച്ച് പീറ്റർ വാൻ ഗാരറ്റിനെയും മകൻ ഡെറിക് വാൻ ഗാരറ്റിനെയും കൊന്നു. അതിനുശേഷം എല്ലാ സ്വത്തിന്റെയും ഉടമയാകേണ്ടിയിരുന്ന വിൻഷിപ്പിനെയും അതേ കുതിരക്കാരനെ കൊണ്ട് തന്നെ കൊന്നു. പിന്നെ കുഞ്ഞ് മെസ്ബത്തിന്റെ അച്ഛനെ കൊന്നത് എന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അയാളാണ് പീറ്റർ വിൻഷിപ്പിന് എഴുതി വെച്ച വിൽപത്രത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. ജൊനാഥൻ മെസ്ബത്ത് മരിച്ചാൽ ആ വിൽപത്രത്തിന്റെ കാര്യം ആരും അറിയില്ല എന്ന് നിങ്ങൾ കരുതി. നിങ്ങളുടെ ആരുടെയോ കയ്യിൽ കുതിരക്കാരന്റെ തലയൊട്ടിയുണ്ട്. അയാളാണ് കുതിരക്കാരനെ നിയന്ത്രിക്കുന്നത്. അത് ആര് തന്നെ ആയാലും എത്രയും പെട്ടെന്ന് തന്നെ ആ തലയൊട്ടി കുതിരക്കാരന്റെ കുഴിമാടത്തിൽ തിരിച്ചു വെച്ചാൽ മാത്രമേ ആ തലയില്ലാത്ത കുതിരക്കാരൻ കുഴിമാടത്തിൽ നിന്നും പുറത്തു വരാതിരിക്കുകയുള്ളൂ. ഇക്ബാർട്ട് തുടർന്നു, എനിക്ക് തോന്നുന്നത് ബാൾട്ടസിന്റെ കയ്യിലാണ് ആ കുതിരക്കാരന്റെ തലയൊട്ടി ഉള്ളത് എന്നാണ്. കാരണം വാൻ ഗാരറ്റ് ഫാമിലിയിലെ എല്ലാവരും മരണപ്പെട്ടാൽ അവരുടെ സ്വത്തെല്ലാം അടുത്ത ബന്ധുവായ ബാൾട്ടസിന് ചെന്ന് ചേരും. രജിസ്ട്രാർ വീണ്ടും പറഞ്ഞു, ഞങ്ങൾക്ക് ഈ കൊലപാതകങ്ങളുമായി ഒരു ബന്ധവുമില്ല. രജിസ്ട്രാർ വീണ്ടും വീണ്ടും കൊലപാതകത്തിൽ അവർക്ക് പങ്കില്ല എന്ന് പറയുന്നത് കേട്ടപ്പോൾ ഇക്ബാർട്ടിന്റെ ഉള്ളിൽ വീണ്ടും സംശയങ്ങൾ മുട്ടിട്ടു. ഇക്ബാർട്ടും കുഞ്ഞു മെസ്ബത്തും അവിടെ നിന്ന് ശേഖരിച്ച തെളിവുകളുമായി തിരിച്ച് റൂമിലെത്തിയപ്പോൾ അവിടെ കത്രീന ഇരിക്കുകയാണ്. അവൾ ഇക്ബാർട്ട് പോകുന്നതിന് മുന്നേ പേപ്പറിൽ എഴുതി വെച്ചിട്ട് പോയ പോയിന്റുകൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കത്രീന പറഞ്ഞു, എന്റെ അപ്പൻ നിങ്ങളെ മടക്കി അയക്കാൻ പോവുകയാണ്. ഇവിടെ എഴുതി വെച്ചത് എന്നെപ്പോലെ തന്നെ അദ്ദേഹവും വായിച്ചിട്ടുണ്ടാകാം. ഇത് കേട്ട ഇക്ബാർട്ട് പറഞ്ഞു, ഞാൻ എന്റെ കേസിന്റെ അന്വേഷണത്തിന്റെ അവസാനത്തെ ഘട്ടത്തിലാണ്. ഈ സമയത്ത് മടങ്ങിപ്പോക്ക് നടക്കില്ല. നിങ്ങളുടെ കണ്ടെത്തലുകളെല്ലാം തെറ്റാണെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്ന വഴിക്ക് ഇക്ബാർട്ട് കയ്യിൽ കരുതിയിരുന്ന പേപ്പറുകൾ അവൻ എവിടെയാണ് വെക്കുന്നത് എന്ന് കത്രീന നോക്കി മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. കത്രീന വാതിൽ ചാരിയ ഉടൻ തന്നെ വാതിലിൽ നിന്നും ഒരു ചിലന്തി താഴേക്ക് ചാടും. ഇത് കണ്ട് ഭയന്ന ഇക്ബാർട്ട് ഒരു കസേരയിലേക്ക് ചാടിക്കയറും. കുഞ്ഞു മെസ്ബത്ത് ആ ചിലന്തയെ കൊല്ലാനായി നോക്കിയപ്പോൾ അത് ഇക്ബാർട്ട് കിടക്കുന്ന കട്ടിലിന്റെ അടിയിലേക്ക് പോകും. കുഞ്ഞു മെസ്ബത്ത് ബെഡ്ഷീറ്റ് മാറ്റി നോക്കിയപ്പോൾ കട്ടിലിന്റെ അടിക്ക് തറയിൽ എന്തോ വരച്ചു വെച്ചിരിക്കുന്നു. അവൻ ആ കട്ടിൽ മാറ്റി നോക്കി. ഒരു നക്ഷത്രം, കുറച്ച് വൃത്തങ്ങൾ, ഇതിന്റെ എല്ലാം നടുവിലായി ഒരു കണ്ണും. കുഞ്ഞു മെസ്ബത്ത് പറഞ്ഞു, ഇത് ചെകുത്താന്റെ കണ്ണാണ്. താങ്കൾക്കെതിരെ ഇവിടെ ആരോ മന്ത്രവാദം ചെയ്യുന്നുണ്ട്. അന്ന് രാത്രി ആരായിരിക്കും തനിക്കെതിരെ മന്ത്രവാദം ചെയ്യുന്നത് എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കവേ താഴെ എന്തോ ശബ്ദം കേൾക്കും. ഇക്ബാർട്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന കുഞ്ഞു മെസ്ബത്തിനെയും കൂട്ടി താഴെ എത്തും. അപ്പോൾ ഒരു റാന്തൽ വിളക്കുമായി ആരോ ഒരാൾ ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് കാടിനുള്ളിലേക്ക് പോകുന്നത് അവർ കാണും. കുഞ്ഞു മെസ്ബത്തിനോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ആ വ്യക്തിയുടെ പിന്നാലെ ഇക്ബാർട്ട് പോകും. കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ അവന് ആളെ മനസ്സിലായി. കത്രീനയുടെ രണ്ടാനമ്മ ലേഡി വാൻ ടാസിലായിരുന്നു അത്. അവർ കൈവെള്ളയിൽ ഒരു കത്തി കൊണ്ട് മുറിച്ച് ആ രക്തം മറ്റൊരാളുടെ ദേഹത്ത് പുരട്ടും. ഇത് കണ്ട ഇക്ബാർട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ കുഞ്ഞു മെസ്ബത്തിനെ കൂട്ടി തിരിച്ച് റൂമിൽ
റൂമിലെത്തും. അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത് തെളിവുകൾ വെച്ചിരുന്ന ടേബിളിന്റെ ഡ്രോയർ തുറന്നു കിടക്കുന്നു. ആരോ ആ തെളിവുകൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഉറപ്പായിട്ടും അത് കത്രീന ആയിരിക്കും എന്ന് മനസ്സിലാക്കിയ ഇക്ബാർട്ട് അവരുടെ ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിലേക്ക് ചെല്ലും. അവന്റെ സംശയം ശരിയായിരുന്നു. കത്രീന ആ തെളിവുകൾ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്ബാർട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് കത്രീനയോട് പറഞ്ഞു, നീ ഈ തെളിവുകൾ നശിപ്പിച്ചു എന്ന് കരുതി നിന്റെ അപ്പൻ രക്ഷപ്പെടില്ല. നിങ്ങൾ ഈ കള്ളത്തെളിവുകളെല്ലാം ഉപയോഗിച്ച് എന്റെ അച്ഛനെ കുടുക്കാൻ നോക്കുകയാണ്. എനിക്കിനി നിങ്ങളെ കാണണ്ട എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും കുതിരപ്പുറത്ത് കയറി തിരിച്ചു വീട്ടിലേക്ക് പോകും. തിരിച്ച് വീട്ടിലെത്തിയ ഇക്ബാർ രണ്ടാനമ്മയായ ലേഡി വാൻ ടാസലിനോട് കത്രീനെ കുറിച്ച് ചോദിക്കും. ലേഡി പറഞ്ഞു, അവൾക്ക് താങ്കളെ കാണാൻ താല്പര്യമില്ല. ഇത് കേട്ട ഇക്ബാർട്ട് അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോൾ ലേഡി പിന്നാലെ വന്നിട്ട് പറഞ്ഞു, ഇന്നലെ രാത്രി നീ എന്നെ കണ്ട കാര്യം എനിക്കറിയാം. അത് ആരോടെങ്കിലും പറഞ്ഞാൽ എന്ന് പറഞ്ഞ് വിരട്ടുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ബാൾട്ടസ് കയറി വരും. അയാൾ പറഞ്ഞു, ഇന്നലെ രജിസ്ട്രാർ തൂങ്ങി മരിച്ചു. അതിനാൽ വൈദികൻ ഇന്നൊരു യോഗം ചർച്ചിൽ വിളിച്ചിട്ടുണ്ട്. ബാൾട്ടസ് ഇക്ബാർട്ടിനോട് പറഞ്ഞു, ഈ നാട്ടിലെ ഒട്ടുമുക്കാൽ ആൾക്കാർ താങ്കൾക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. അതിനാൽ എത്രയും പെട്ടെന്ന് താങ്കൾ ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നതാണ് നല്ലത്. കൊലയാളിയെ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോകൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഇക്ബാർട്ട് പോകും. അപ്പോഴാണ് ബാൾട്ടസ് ഭാര്യയുടെ കയ്യിലെ മുറിവ് കാണുന്നത്. എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചതിന് പച്ചക്കറി അരിഞ്ഞപ്പോൾ പറ്റിയ മുറിവാണെന്ന് ലേഡി മറുപടി പറഞ്ഞു. വൈകിട്ട് ബാൾട്ടസ് പള്ളിയിലെ മീറ്റിംഗിന് പോകാൻ തുടങ്ങിയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ വൈഫ് ലേഡി മുറിവിലിടാനുള്ള മരുന്നുണ്ടാക്കാനായിട്ട് ചെടികൾ എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അവരുടെ പിന്നിൽ കുറച്ച് അകലെയായി തലയില്ലാത്ത കുതിരക്കാരൻ വന്ന് നിൽക്കുന്നു. ഇത് കണ്ട ബാൾട്ടസ് വളരെ വേഗം കുതിര പായിച്ച് ചർച്ചിന് മുന്നിലെത്തി കത്രീനയോട് വിളിച്ചു പറഞ്ഞു, തലയില്ലാത്ത കുതിരക്കാരൻ നിന്റെ രണ്ടാനമ്മയെ കൊന്നു. എന്നാൽ അവൻ എന്നെ ഒന്നും ചെയ്തില്ല. പക്ഷേ അവൻ എന്റെ പിന്നാലെ ഉണ്ട്. പെട്ടെന്ന് അവിടുത്തെ അന്തരീക്ഷം ആകെ മാറി. തലയില്ലാത്ത കുതിരക്കാരൻ അങ്ങോട്ടേക്ക് കടന്നു വരും. എല്ലാവരും ഭയന്ന് ചർച്ചിനുള്ളിലേക്ക് കയറും. ചർച്ചിന്റെ വാതിൽ അടയ്ക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ ഇക്ബാർട്ട് ക്രെയിനും കുഞ്ഞു മസ്ഫത്തും ചർച്ചിനുള്ളിൽ കയറും. കുതിരക്കാരന് ചർച്ചിന്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറാൻ പറ്റാതെ പുറത്ത് തന്നെ ചുറ്റി നടക്കും. അയാൾ ഒരു മഴ ഉള്ളിലേക്ക് എറിയുമെങ്കിലും അത് പൊടിഞ്ഞ് തരികളായി താഴെ വീഴും. ഇത് കണ്ട ഇക്ബാർട്ടിന് മനസ്സിലായി, കുതിരക്കാരന് ചർച്ചിനുള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഇതേ സമയം തന്നെ കുഞ്ഞു മസ്ഫത്ത് ഉൾപ്പെടെ ചർച്ചിലുള്ള പലരും കുതിരക്കാരനെ വെടിവെക്കുന്നുണ്ട്. പക്ഷേ അയാൾക്കൊന്നും പറ്റുന്നില്ല. വൈദികൻ ബാൾട്ടസിന്റെ കുത്തിനി പിടിച്ചിട്ട് പറഞ്ഞു, നിന്നെ തിരഞ്ഞാണ് ആ തലയില്ലാത്ത കുതിരക്കാരൻ എത്തിയത്. നീ ഒരാൾ പുറത്തു പോയാൽ അവൻ ഇവിടെയുള്ള ആരെയും ഉപദ്രവിക്കില്ല. ഇതെല്ലാം കണ്ട കത്രീന കണ്ണടച്ചിരുന്ന് തറയിൽ എന്തോ വരയ്ക്കുന്നുണ്ട്. ഇക്ബാർട്ട് വന്ന് വൈദികനോട് പറഞ്ഞു, കുതിരക്കാരന് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. അതിനാൽ നിങ്ങൾ തമ്മിൽ തല്ലേണ്ട. എന്നാൽ ബാൾട്ടസ് ഇക്ബാർട്ടിന്റെ അരയിൽ നിന്നും തോക്ക് വലിച്ചെടുത്ത് ചുറ്റും നിന്നവർക്ക് നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞു, എന്റെ അടുത്തേക്ക് ആരും വരരുത്. ഡോക്ടർ അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, ബാൾട്ടസ്, നീ നിന്റെ തെറ്റുകൾ ഏറ്റുപറയണം. നിന്റെ 4 കൂട്ടുകാരെയും തെറ്റിലേക്ക് വലിച്ചിട്ടത് നീയാണ്. ആ പൈശാചിക കൃത്യത്തിന്റെ ഫലമാണ് നമ്മൾ എല്ലാവരും അനുഭവിക്കുന്നത്. ഇത് പറഞ്ഞു തീരുന്നതിന് മുൻപേ തന്നെ പിന്നിൽ നിന്ന് വൈദികൻ അവിടെ ഇരുന്ന ഒരു കുരിശെടുത്ത് ഡോക്ടറുടെ തലക്കടിച്ചു കൊല്ലും. ഇത് കണ്ട ബാൾട്ടസ് ഭയന്ന് തോക്കിന്റെ കാഞ്ചി വലിക്കും. അതിലെ വെടിയുണ്ട നേരെ വൈദികന്റെ നെഞ്ചിൽ തറച്ച് അയാളും അവിടെ വെച്ച് തന്നെ മരിക്കും. ചുറ്റും കൂടി നിന്നവർ കുറച്ചുപേർ ബാൾട്ടസിന്റെ നേർക്ക് തിരിയും. എന്നാൽ അവരിൽ ഒരാളുടെ തോക്ക് തന്നെ പിടിച്ചു വാങ്ങി അയാൾ കുറച്ച് ഉയരത്തിൽ ഒരു ജനലിന്റെ അടുത്തേക്ക് മാറി നിൽക്കും. പുറത്ത് കുതിരക്കാരൻ ചർച്ചിന് ചുറ്റും നടക്കുന്നുണ്ട്. അയാൾ അവിടെ കിടന്ന ഒരു പിടി കയറെടുത്ത് വേലിയിൽ നിന്നും ഒരു കൂർത്ത കമ്പും എടുത്ത് കയർ ആ കമ്പിൽ കെട്ടി ചുഴറ്റി ചർച്ചിനുള്ളിലെ ജനാലയിലേക്ക് എറി. ജനാലയുടെ ഭാഗത്ത് നിന്ന് ബാൾട്ടസിന്റെ നെഞ്ചിലേക്ക് ആ കമ്പ് തറച്ചു കയറും. കുതിരക്കാരൻ ബാൾട്ടസിനെ പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോകും. ബാൾട്ടസിന്റെ തല ചർച്ച് കോമ്പൗണ്ടിന്റെ പുറത്ത് വന്നതും കുതിരക്കാരൻ പാഞ്ഞു വന്ന് ബാൾട്ടസിന്റെ തലയും വെട്ടിയെടുത്ത് തിരിച്ച് കാടിനുള്ളിലേക്ക് പോകും. ഇതെല്ലാം കണ്ട കത്രീന തലചുറ്റി വീഴും. അപ്പോഴാണ് ഇക്ബാർ അവളുടെ കയ്യിൽ നിന്നും ഒരു കഷ്ണം ചോക്ക് താഴേക്ക് വീഴുന്നത് ശ്രദ്ധിച്ചത്. അവൻ കുറച്ച് മുന്നിലേക്ക് നോക്കിയപ്പോൾ 2 ദിവസങ്ങൾക്ക് മുന്നേ അവന്റെ റൂമിൽ കണ്ട അതേ ചെകുത്താന്റെ കണ്ണ് വരച്ചു വെച്ചിരിക്കുന്നു. ഇക്ബാറിന് മനസ്സിലായി, റൂമിൽ മന്ത്രവാദത്തിനായി ചെകുത്താന്റെ കണ്ണ് വരച്ചത് കത്രീന തന്നെയാണ്. ഇക്ബാർ ബോധമില്ലാത്ത കത്രീനയെ വീട്ടിൽ കൊണ്ട് കിടത്തിയ ശേഷം പറഞ്ഞു, നിന്റെ ഉള്ളിൽ ഒരു ചെകുത്താനുണ്ട്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി നീ ഉണരുമ്പോൾ ചെകുത്താന്റെ കണ്ണ് നിനക്കൊപ്പം ഉണ്ടാകില്ല. അവൻ കത്രീനയുടെ കൈയും പിടിച്ച് ഭയം പറഞ്ഞ് അവിടെ നിന്ന് പോകും. ഇക്ബാർ കുഞ്ഞു മസ്ബത്തിനോട് യാത്ര പറഞ്ഞ് കുതിരവണ്ടിയിലേക്ക് കയറി. കുഞ്ഞു മസ്ബത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. അവന് നല്ല വിഷമമുണ്ട്. അപ്പോഴേക്കും കത്രീന ഉണർന്നിരുന്നു. അവൾ മുകളിൽ നിന്നും താഴേക്ക് നോക്കിയപ്പോൾ ഇക്ബാർട്ടിനെയും വഹിച്ചുള്ള കുതിരവണ്ടി കുറച്ചു ദൂരം പോയി കഴിഞ്ഞു. ഇക്ബാർട്ട് പോകുന്ന വഴിക്ക് കുതിരവണ്ടിയിലിരുന്ന് ദിവസങ്ങൾക്ക് മുന്നേ കത്രീന കൊടുത്ത മന്ത്രവാദത്തിന്റെ ബുക്ക് വായിക്കും. അതിലൊരു ഭാഗം എത്തിയപ്പോൾ ഇക്ബാർട്ടിന്റെ കട്ടിലിന് താഴെയും പള്ളിയിലും കത്രീന വരച്ച ചെകുത്താന്റെ കണ്ണ് എന്ന് കുഞ്ഞു മസ്ബത്ത് പറഞ്ഞ അതേ ചിഹ്നം. ഇക്ബാർട്ട് ആ പേജ് വായിച്ചപ്പോൾ അവന് മനസ്സിലായി, ഈ ചിഹ്നം വരയ്ക്കുന്നത് ദുരാത്മാക്കളിൽ
നിന്നും പ്രിയപ്പെട്ട ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കത്രീന ഈ ചിഹ്നം വരച്ചത് തന്നോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് ഇക്ബാർട്ടിന് മനസ്സിലായി. അവൻ പുറത്തേക്ക് നോക്കിയപ്പോൾ തലയറ്റ ഒരു സ്ത്രീയുടെ ശരീരം ഡോക്ടറുടെ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകുന്നു. ആ ശരീരത്തിന്റെ കയ്യിൽ ഒരു മുറിവുമുണ്ട്. ഡോക്ടർ മരണപ്പെട്ടത് കാരണം മറ്റു ചില സിമ്പന്തികളാണ് കാര്യങ്ങൾ നടത്തുന്നത്. പെട്ടെന്ന് അവൻ കുതിരവണ്ടി നിർത്താൻ ആവശ്യപ്പെട്ട് ഡോക്ടറുടെ ക്ലിനിക്കിലേക്ക് കയറും. ഇക്ബാർട്ട് ആ ബോഡിയിലെ കയ്യിൽ കണ്ട മുറിവ് പരിശോധിക്കും. ഇക്ബാർട്ടിന് മനസ്സിലായി ആ മുറിവിന് ഒട്ടും പഴക്കമില്ല, ഇത് ഇപ്പോൾ ഉണ്ടായതാണ്. അവൻ കുതിരവണ്ടിയും എടുത്ത് കത്രീനയുടെ വീട്ടിലേക്ക് പായും. അതേസമയം കത്രീനയുടെ വീട്ടിൽ അവൾ ഒരു കസേരയിൽ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് വന്നു. അവരെ കണ്ടതും കത്രീന തലകറങ്ങി വീണു. കുതിരക്കാരൻ കൊന്നുവെന്ന് പറഞ്ഞ അവളുടെ രണ്ടാനമ്മ ലേഡി ഫാന്റാസിൽ രണ്ടാനമ്മ അവളുടെ അടുത്തേക്ക് വന്ന് ബോധം കെട്ട് കിടക്കുന്ന കത്രീനയുടെ തലമുടി കുറച്ച് വെട്ടിയെടുത്ത് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലി ക്ഷുദ്രക്രിയകൾ നടത്തും. അവസാനം അവർ കുതിരക്കാരന്റെ തലയൊട്ടിയെടുത്ത് മുന്നിൽ വെക്കും. പെട്ടെന്ന് കാട്ടിലെ കുതിരക്കാരന്റെ ശവകുടീരത്തിനടുത്തുള്ള മരത്തിന്റെ വേരുകൾ മാറി തലയില്ലാത്ത കുതിരക്കാരൻ പുറത്തേക്ക് വരും. ആ കുതിരക്കാരൻ സ്ലീപ്പി ഹോളോ എന്ന ഗ്രാമം ലക്ഷ്യമാക്കി പായും. എന്നാൽ ലേഡി ഫാന്റാസിന്റെ ക്ഷുദ്രപ്രയോഗങ്ങളെല്ലാം മറഞ്ഞിരുന്ന് കുഞ്ഞ് മെസ്ബത്ത് കാണുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും കത്രീനയ്ക്ക് ബോധം വന്നിരുന്നു. അവൾ രണ്ടാനമ്മയോട് ചോദിച്ചു, എന്റെ അച്ഛൻ പറഞ്ഞത് കുതിരക്കാരൻ നിങ്ങളെ കൊന്നത് കണ്ടു എന്നാണ്, പിന്നെ എങ്ങനെ നിങ്ങൾ ജീവനോട് തിരിച്ചു വന്നു? രണ്ടാനമ്മ പറഞ്ഞു, നിന്റെ അച്ഛൻ കുതിരക്കാരൻ വാളുമായി എന്റെ അടുത്ത് വരുന്നത് മാത്രമേ കണ്ടുള്ളൂ. എന്നാൽ ആ കുതിരക്കാരനെ നിയന്ത്രിക്കുന്ന ശക്തി ഞാനാണെന്ന് കാണാൻ നിൽക്കാതെ അയാൾ ഭയന്ന് അവിടെ നിന്നും ഓടിപ്പോയി. ലേഡി ഫാന്റാസിലായ ഞാനാണ് മരണപ്പെട്ടത് എന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇവിടെ നിന്നും പിരിഞ്ഞുപോയ നമ്മുടെ ജോലിക്കാരി സാറയെ ഞാൻ തിരിച്ചു വിളിച്ചു വരുത്തി. അവളുടെ തലയാണ് ഞാൻ വെട്ടിയെടുത്തത്. അതിനുശേഷം എന്റെ കയ്യിലുള്ളതുപോലെ അവളുടെ കയ്യിലും ഒരു മുറിവുണ്ടാക്കി. കത്രീന ചോദിച്ചു, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? രണ്ടാനമ്മ പറഞ്ഞു, ഞങ്ങൾ അമ്പെയ്ത്തുകാരുടെ കുടുംബത്തിൽപ്പെട്ടതാണ്. പണ്ട് നിങ്ങൾ താമസിച്ചിരുന്നത് ഞങ്ങളുടെ വീട്ടിലാണ്. അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു അമ്പെയ്ത്തുകാരനെ കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നത്. അച്ഛനും അമ്മയും സഹോദരിയും അടങ്ങിയ ഒരു കുഞ്ഞു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. ഒരു നാൾ എന്റെ അച്ഛൻ മരണപ്പെട്ടു. വാൻ കാരറ്റ് ഫാമിലി ഞങ്ങളെ ആ വീട്ടിൽ നിന്നും ഇറക്കിവിട്ട് വാൻഡാസിൽ ഫാമിലിയായ നിങ്ങൾക്ക് ആ വീട് തന്നു. എന്റെ അമ്മ മന്ത്രവാദിയാണെന്ന് പറഞ്ഞ് ഈ ഗ്രാമത്തിലുള്ള ആരും ഞങ്ങളെ സഹായിച്ചില്ല. എന്നാൽ കാട് ഞങ്ങൾക്ക് രക്ഷയായി. അവിടെ വെച്ച് അമ്മ മന്ത്രവാദങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അമ്മയും മരണപ്പെട്ടു. എന്നാൽ ഞങ്ങൾ കാടിനുള്ളിൽ തന്നെ ജീവിച്ചു. ഒരു ദിവസം വിറകെടുക്കാൻ ഞാനും സഹോദരിയും പോയപ്പോൾ ക്രൂരനായൊരു പടയാളിയെ കുറച്ച് പട്ടാളക്കാർ ചേർന്ന് തലവെട്ടിക്കൊല്ലുന്നത് ഞാൻ നേരിൽ കണ്ടു. മന്ത്രവാദത്തിലൂടെ അവന്റെ ആത്മാവിനെ ഞാൻ വരുതിയിലാക്കി. വാൻ കാരറ്റ് കുടുംബത്തോടുള്ള എന്റെ പ്രതികാരത്തിനായി അവനെ ഞാൻ കുഴിമാടത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. വാൻ കാരറ്റ് ഫാമിലി കുടുംബത്തിന്റെ മരണശേഷം സ്വത്തുക്കളെല്ലാം വിൻഷിപ്പിന് പോകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അവളെയും കുതിരക്കാരനെ ഉപയോഗിച്ചു കൊന്നു. പിന്നെ വിൽപത്രത്തിന്റെ കാര്യം അറിയാവുന്ന മെസ്ബത്തിനെയും വിൻഷിപ്പിനെ ശുശ്രൂഷിച്ച കില്യനെയും കുടുംബത്തെയും അതേ കുതിരക്കാരനെ ഉപയോഗിച്ച് തന്നെ കൊല്ലേണ്ടി വന്നു. അവർ തുടർന്നു. കുതിരക്കാരനെ അന്വേഷിച്ച് കാടിലേക്ക് ഇറങ്ങിയ ഇക്ബാർട്ടിനെ അയാളുടെ ശവക്കുഴി പറഞ്ഞുകൊടുത്ത് സഹായിച്ചത് എന്റെ മന്ത്രവാദി സഹോദരിയാണ്. അതിനാൽ ഞാൻ അവളെയും കൊന്നു. വാൻ കാരറ്റ് കുടുംബം ഇല്ലാതായാൽ സ്വത്തുക്കളെല്ലാം വാൻഡാസിൽ കുടുംബത്തിന് വന്നു ചേരുമെന്ന് എനിക്കറിയാമായിരുന്നു. അതിനാൽ നിന്റെ അമ്മയുടെ ശുശ്രൂഷയ്ക്കായി നിന്റെ വീട്ടിൽ കയറിപ്പറ്റി പതിയെ പതിയെ നിന്റെ അമ്മയെ മരണത്തിലേക്ക് തള്ളിവിട്ടു. അതിനുശേഷം നിന്റെ രണ്ടാനമ്മയായി ഇതേ വീട്ടിൽ തന്നെ ഞാൻ താമസിച്ചു. ഇനി നിന്റെ മരണത്തോടെ ആ സ്വത്തെല്ലാം എനിക്ക് വന്നു ചേരും. ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന കുഞ്ഞു മെസ്ബത്ത് പിന്നിലൂടെ വന്ന് രണ്ടാനമ്മയെ ആക്രമിക്കാൻ ശ്രമിക്കും. എന്നാൽ അത് എങ്ങനെയോ മനസ്സിലാക്കി അവർ തിരിഞ്ഞ് അവനെ വിരട്ടും. കുഞ്ഞു മെസ്ബത്ത് കത്രീനയും കൂട്ടി അവിടെ നിന്നും ഓടിപ്പോകും. അപ്പോൾ ആ സ്ത്രീ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, നീ എവിടെ പോയാലും ഇന്ന് രാത്രി തലയില്ലാത്ത കുതിരക്കാരൻ നിന്നെ തേടിയെത്തും. അപ്പോഴേക്കും ഇക്ബാർട്ട് ക്രെയിൻ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. കുഞ്ഞു മെസ്ബത്ത് കത്രീനയും കൂട്ടി ഒരു വിൻഡ് മില്ലിന്റെ അടുത്തെത്തും. കത്രീനയുടെ രണ്ടാനമ്മ കുതിരക്കാരന്റെ തലയോട്ടിയുമായി പുറത്തു നിൽക്കുന്നു. പെട്ടെന്ന് ഇടിയും മിന്നലുമായി അവിടത്തെ അന്തരീക്ഷം മാറും. കുതിരക്കുളമ്പടി ശബ്ദം. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തലയില്ലാത്ത കുതിരക്കാരൻ എത്തി. ഇക്ബാർട്ട് കുതിരക്കാരനെ കണ്ടതും കത്രീനയെയും കുഞ്ഞു മെസ്ബത്തിനെയും വിളിച്ച് അതേ വിൻഡ് മില്ലിനുള്ളിലേക്ക് കയറി ഡോർ അടച്ച് കുറച്ച് ചാക്കുകൾ എടുത്തു വെച്ച് ലോക്ക് ചെയ്യും. കുതിരക്കാരന്റെ വരവ് കണ്ടപ്പോൾ തന്നെ രണ്ടാനമ്മ അയാളുടെ തലയോട്ടി മറച്ചു പിടിക്കും. കുതിരക്കാരൻ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വാതിൽ പൊളിച്ച് അകത്തേക്ക് കയറും. ഇത് കണ്ട സിമ്പന്തികൾ ആ ടവറിന്റെ മുകളിലെത്തി. കുതിരക്കാരൻ ഇക്ബാർട്ടിനെ ആക്രമിക്കാൻ ശ്രമിക്കും. അവൻ അതിൽ നിന്നെല്ലാം വിദഗ്ധമായി രക്ഷപ്പെട്ട് മുകളിലെത്തും. ടവറിന്റെ മുകളിലേക്ക് കയറി വരാൻ ശ്രമിക്കുന്ന കുതിരക്കാരൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇക്ബാർട്ട് ഒരു റാന്തൽ വിളക്ക് എറിയും. വിളക്കിൽ നിന്നുള്ള എണ്ണ പടർന്ന് അവിടെ മാകെ തീപിടിക്കും. ഇക്ബാർട്ടും സിമ്പന്തികളും വിൻഡ് മില്ലിന്റെ ലീഫിൽ പിടിച്ച് താഴേക്ക് ചാടും. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ മുഴുവൻ കത്തി നശിക്കും. ഒരു പക്ഷേ തലയില്ലാത്ത കുതിരക്കാരൻ മരിച്ചിട്ടുണ്ടോ എന്നറിയാൻ കുറച്ചപ്പുറേ നിന്നും ഇക്ബാർട്ടും സിമ്പന്തികളും നോക്കുന്നുണ്ട്. എന്നാൽ ആ കുതിരക്കാരന് ഒന്നും സംഭവിക്കാതെ അവൻ പുറത്തേക്ക് വരും. ഇത് കണ്ട ഇക്ബാർട്ടും സിമ്പന്തികളും കുതിരവണ്ടിയിൽ കയറി അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകും. എന്നാൽ കുതിരക്കാരൻ
അയാളുടെ കുതിരയുമായി അവരുടെ പിന്നാലെ തന്നെ പോകും. പല പ്രാവശ്യം കുതിരക്കാരൻ കുതിരവണ്ടിയിൽ കയറി കത്രീനയുടെ തലയെടുക്കാൻ ശ്രമിക്കുമെങ്കിലും ഇക്ബാഡ് അയാളെ വലിച്ച് താഴേക്കെറിയും. കുറച്ചധികം നേരത്തെ കാടിലൂടെയുള്ള യാത്രയ്ക്ക് ശേഷം ഇക്ബാഡ് ക്രെയിനും സിമ്പന്തികളും കുതിരക്കാരന്റെ ശവക്കല്ലറയുടെ മരത്തിന്റെ അടുത്തെത്തും. അപ്പോഴേക്കും മറ്റൊരു കുതിരപ്പുറത്ത് കത്രീനയുടെ രണ്ടാനമ്മ ലേഡി വാൻഡാസിലും അവിടെ എത്തി. അവർ ഇക്ബാഡിന്റെ നെഞ്ചിലേക്ക് വെടിവെക്കും. അപ്പോഴേക്കും തലയില്ലാത്ത കുതിരക്കാരനും അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. അവിടെ നിന്നും ഓടിപ്പോകാൻ ശ്രമിച്ച കത്രീനയെ രണ്ടാനമ്മ പിടിച്ചു നിർത്തി കുതിരക്കാരനോട് അവളുടെ തല വെട്ടാൻ പറയും. എന്നാൽ ഇക്ബാഡ് മരിച്ചിട്ടില്ലായിരുന്നു. കത്രീന കൊടുത്ത മന്ത്രവാദത്തിന്റെ പുസ്തകം കോട്ടിൽ വെച്ചത് കാരണം വെടിയുണ്ട വന്ന് തറച്ചത് ആ പുസ്തകത്തിലായിരുന്നു. കുഞ്ഞു മെസ്ബത്ത് ഇക്ബാഡിനെ പിടിച്ചുയർത്തും. അപ്പോഴാണ് അവൻ രണ്ടാനമ്മയുടെ കുതിരപ്പുറത്ത് കുതിരക്കാരന്റെ തലയോട്ടി കിടക്കുന്നത് ശ്രദ്ധിച്ചത്. ഇക്ബാഡ് ആ തലയോട്ടി വലിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതുരുണ്ട് കുറച്ചപ്പുറത്തേക്ക് വീഴും. രണ്ടാനമ്മ ഇക്ബാഡിനെ അത് എടുക്കാൻ സമ്മതിക്കാതെ പിടിച്ചു നിർത്തും. കുഞ്ഞു മെസ്ബത്ത് അവിടെ കിടന്ന ഒരു മരത്തിന്റെ കഷ്ണമെടുത്ത് രണ്ടാനമ്മയുടെ തലക്കടിക്കും. ഉടൻ തന്നെ അവർ ബോധം കെട്ട് വീഴും. ഇക്ബാഡ് തലയോട്ടിയെടുത്ത് കത്രീനയുടെ തല വെട്ടാൻ വാള് വീശി നിൽക്കുന്ന കുതിരക്കാരന്റെ നേർക്കെറിയും. കുതിരക്കാരൻ കത്രീനയെ വിട്ട് ആ തലയോട്ടി പിടിച്ച് വെക്കും. ഉടൻ തന്നെ അയാളുടെ പഴയ രൂപത്തിലേക്ക് മാറും. അപ്പോൾ അയാളുടെ കുതിര അങ്ങോട്ടേക്ക് ഓടിയെത്തി. കുതിരക്കാരൻ ആ കുതിരപ്പുറത്ത് കയറി മുന്നോട്ട് വന്നപ്പോൾ ആ മരത്തിന്റെ വേരുകൾ മാറാൻ തുടങ്ങി. അയാൾ രണ്ടാനമ്മയെയും എടുത്ത് അതിവേഗത്തിൽ മരത്തിനുള്ളിലേക്ക് തന്നെ പോയി. ഇതെല്ലാം കണ്ട് ഇക്ബാഡ് ക്രെയിൻ ബോധം കെട്ട് വീഴും. അവിടെ നിന്ന് സീൻ കട്ടായി ന്യൂയോർക്കിൽ. ഇക്ബാഡ് ക്രെയിൻ കത്രീനയെയും കുഞ്ഞു മെസ്ബത്തിനെയും കൂട്ടി തിരിച്ച് നാട്ടിലെത്തി. ഇവിടെ വെച്ച് ഈ കഥ അവസാനിക്കും.